ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എക്സ്. നമുക്കിത് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. മനസ്സിലായോ? നിലവിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സും സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സും ആണ്. നേരിട്ട് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്താൽ കിട്ടില്ല. കാരണം വരുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അങ്ങനെയാണല്ലോ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഓർഡറിൽ ചെയ്താൽ കിട്ടില്ല. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സും സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സോ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് ലോഗ് എന്താണെന്ന് നമുക്കറിയോ? ഇൻ്റഗ്രൽ ലോഗ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ? സോ നമുക്ക് ഓർഡർ ഒന്ന് മാറ്റാം. കാരണം ഇൻ്റഗ്രൽ ലോഗ് നമുക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓർഡർ ഒന്ന് മാറ്റാം. എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് പറഞ്ഞാലും ലോഗ് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയല്ലേ? എ ഇൻറ്റു ബി വന്നാലും ബി ഇൻറ്റു എ എന്ന് വന്നാലും രണ്ടും സെയിം ആണ്. ശ്രദ്ധിക്കണം. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വരുന്ന സമയത്ത് ലോഗ് എക്സ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ്, ലോഗ് എക്സ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് ലൈക്ക് സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ് ഒക്കെ വന്നാൽ ഓർഡർ മാറ്റിയിട്ട് അത് ഫസ്റ്റ് ആക്കണം. ലോഗ് ഓർ ഇൻവേഴ്സ് ഫസ്റ്റ് ആക്കണം. അത് ഓർത്ത് വെച്ചാൽ മതി. ബുക്കിലൊരു ഹൈലൈറ്റ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനീ പറഞ്ഞ കാര്യം ഒന്ന് ഓർമ്മയുണ്ടായാൽ മതി. ലോഗ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഇതിലേതെങ്കിലും വന്നാൽ, രണ്ടും കൂടിയും വരില്ല, ലോഗ് ഓർ ഇൻവേഴ്സ് ഇതിലേതെങ്കിലും ഒന്ന് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൽ വന്നാൽ ഓർഡർ മാറ്റിയിട്ട് ആ ലോഗ് ഓർ ഇൻവേഴ്സ് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അതായത് ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, അങ്ങനെയാണല്ലോ സ്റ്റാർട്ടിങ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എക്സ്. അറിയാമോ? എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1 ആയിട്ട് വായിക്കാമല്ലോ. അപ്പോൾ അത് എക്സ് റേസ് ടു n ആയില്ലേ? എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു n+1/n+1. അപ്പോൾ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എക്സ് റേസ് ടു 1 ആയിട്ട് വായിക്കുക, എക്സ് റേസ് ടു 1+1/1+1. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എഴുതി, മൈനസ് ഇൻ്റഗ്രൽ ഓഫ്. ഇനി എന്താ എഴുതണമെന്ന് ഓർമ്മയുണ്ടോ? ആ ഫസ്റ്റ് ബ്രാക്കറ്റിനകത്ത് ഇരിക്കുന്ന ആൾ ആരാണോ അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതി വെക്കുക. ഫസ്റ്റത്തെ ബ്രാക്കറ്റിൽ ലോഗ് എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 1/x എഴുതി. സെക്കൻഡ് ബ്രാക്കറ്റിലുള്ളത് അതേപോലെ തന്നെ പകർത്താം. x²/2 dx എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ ഇത് വേണമെങ്കിൽ ഓർഡർ മാറ്റിയിട്ട് x² log x/2 എന്ന് എഴുതാം. അല്ല, ശരിയല്ലേ? x² log x/2 മൈനസ് ഇൻ്റഗ്രൽ ഓഫ്. ഇവിടെ ഒരു 1/2 കാണുന്നുണ്ടോ? ഇല്ലേ? 1/2 നമുക്ക് ഇൻ്റഗ്രലിന് പുറത്തോട്ട് എടുത്താലോ? ഈ 1/2 പുറത്തോട്ട് പോയി. പിന്നെ വരുന്നത് x²/x ആണ്. x²/x x dx. എഗെയിൻ എക്സിനെ നമുക്ക് x⁻1 എന്ന് വായിക്കാം. സോ x² log x/2 മൈനസ് 1/2 ഇൻറ്റു നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, x⁻1ൻ്റെ ഇൻ്റഗ്രൽ x⁻1+1/1+1. So final answer is x² log x divided by 2 minus x² by 4 plus c. ഇതാണ് ഫൈനൽ ആൻസർ.